കാലത്തെ അതിജീവിച്ച ഭാഗപത്രം കൊണ്ട് ശ്രദ്ധേയമായ കൊട്ടിലപ്പാട്ട് തറവാട്ടിൽ വീണ്ടും അവർ ഒത്തുചേർന്നു. കരുനാഗപ്പള്ളി കോഴിക്കോട് കോയിക്കൽ കൊട്ടിലപ്പാട്ട് തറവാട്ടിലാണ് നബിദിനത്തിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നത്. 112 വർഷങ്ങൾക്ക് മുമ്പ് യൂസഫ് മുസ്ലിയാർ 1.85 ഏക്കർ സ്ഥലവും 2 നില മാളികയും തന്റെ സന്താന പരമ്പരകൾക്കായി കൂട്ടവകാശം എഴുതി നൽകി എന്നതാണ് തറവാടിന്റെ ഭാഗപത്രത്തിന്റെ പ്രത്യേകത. ഇതൊരിക്കലും ഒരു കാലത്തും ആർക്കും ഭാഗിച്ചെടുക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. എന്റെ പുത്ര മിത്ര കളത്രാദികൾക്കായി കൂട്ടവകാശം നൽകുന്നു എന്ന ഭാഗപത്രത്തിലെ വാചകം ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി എഴുതി വച്ചതാണ് എന്നതാണ് യൂസഫ് മുസ്ലിയാരുടെ പ്രത്യേകത. നിയമജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ വ്യവസ്ഥകളാണ് ഈ ഭാഗപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മൂത്തയാൾ ഭരണക്കാരനാകും. വീടിന്റെയും പറമ്പിന്റെയും മേൽനോട്ടവും ആദായമെടുക്കലും ഇദ്ദേഹത്തിനാണ്. ആദായം കൃത്യമായി വിനിയോഗിക്കാനും ഭാഗപത്രം വ്യവസ്ഥ ചെയ്യുന്നു. തറവാട്ടിലെ മുറികളും ഭരണക്കാരൻ ഉൾപ്പെടെ പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. സഹോദര സന്താനങ്ങളിൽ സമപ്രായക്കാരുണ്ടെങ്കിൽ മൂത്തയാളുടെ മകനാണ് അവകാശം ലഭിക്കുക. ഭർത്താക്കന്മാർ മരിച്ചാൽ സ്ത്രീകൾക്ക് സ്വന്തം ചെലവിൽ ഇവിടെ കഴിയാം. മാളികയോടൊപ്പം ഉണ്ടായിരുന്ന പഴയ പടിപ്പുരയും കുതിരപ്പുരയും തൊഴുത്തും തേങ്ങാപ്പുരയും ഇന്നില്ല. പുതിയ തലമുറക്കാർ ബാക്കിയുള്ളതെല്ലാം സംരക്ഷിച്ച് അവരുടെ ഉത്തരവാദിത്തം പൂർണ്ണ തോതിൽ പിൻപറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ കാരണവർ 4ാം തലമുറയിലെ കമറുദ്ദീൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 1000-ഓളം കുടുംബാംഗങ്ങളാണുള്ളത്. ഒരിക്കലും വിട്ടുപിരിയാതെ തങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെക്കാൻ ദീർഘവീക്ഷണത്തോടെ മുൻ തലമുറക്കാരൻ തയ്യാറാക്കിയ ഭാഗപത്രത്തിന്റെ അന്തസത്ത ഏറ്റെടുത്ത കുടുംബാംഗങ്ങൾ നബിദിനത്തിൽ കുടുംബത്ത് ഒത്തുചേർന്നു. കുടുംബസംഗമം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പണ്ട് കളിയാക്കി പറയുമായിരുന്നു, എന്ത് വന്നാലും അവനും അവന്റെ ഭാര്യ. ഇപ്പം അവനിൽ നിന്നും അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പോലും പുറത്തായിരിക്കും. അവനവനിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കും. അപ്പം അതാണ് ഈ മൊബൈൽ കാലഘട്ടത്തിന്റെ പ്രത്യേകത. എല്ലാവരും സ്വന്തം സുഖം, സ്വന്തം സൗകര്യം, ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യ തിരിഞ്ഞു കിടന്നുകൊണ്ട് മൊബൈലിൽ പണിയെടുക്കുമ്പോൾ ആ കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ് തിരിഞ്ഞു കിടന്നുകൊണ്ട് പണിയെടുക്കുക. എങ്ങോ അകലങ്ങളിലിരിക്കുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വസന്തൻ, ADM സിയാദ്, കൗൺസിലർമാരായ മുനമ്പത്ത് ഗഫൂർ, J അസ്ലം തുടങ്ങിയവർ പങ്കെടുത്തു. തറവാട്ടിലെ മുതിർന്ന അംഗം ഷറഫുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് മുഹമ്മദ് നുഫൈ സ്വാഗതം പറഞ്ഞു. 1985, 90, 95, 2000 വർഷങ്ങളിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി തവണ ഷറഫുദ്ദീൻ മുസ്ലിയാരോടൊപ്പം സഹകരിക്കുകയും മിക്കപ്പോഴും വൈകിട്ട് നേരങ്ങളിൽ അവിടെ വീട്ടിൽ രാത്രിയിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങുകയും പിറ്റേന്ന് രാവിലെ അവിടുന്ന് സാമൂഹ്യ പ്രവർത്തനത്തിന് വീണ്ടും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലത്ത് വർത്തമാനങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലെ വളരെ ഉദാരമായ ഒരു സമീപനത്തെ സംബന്ധിച്ചും അഡ്വക്കേറ്റ് നുഫയിലാണ് ഒരിക്കൽ യാദൃശ്ചികമായി ഒരു പത്രവാർത്ത വന്നതിനെ തുടർന്നുള്ള വർത്തമാനത്തിൽ സൂചിപ്പിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.